നിങ്ങൾ ഓരോരുത്തരോട് പറയേണ്ടത് യജ്ഞവേദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് യജ്ഞാചാര്യനെ എല്ലാ അംഗങ്ങളും പ്രീതിപ്പെടുത്താതെ കാണാൻ പാടില്ല. ഞാൻ ഭാഗം ഒരു ദക്ഷിണ വെച്ചുകൊണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭഗവത് ആദ്യം താമ്പൂലം എല്ലാം ചേർത്ത് അദ്ദേഹത്തിന്റെ അനുവാദത്തോട് വേണം കാണാൻ. ഇനി അല്ലാണ്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹത്തിനോട് വളരെ മുമ്പ് വേറെ ഒരു ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ നിയോഗം പരീക്ഷത്തിന് മോക്ഷം കിട്ടുന്ന നേരത്തേക്ക് വരാൻ വേണ്ടിയായിരുന്നു. സപ്താഹം അവസാനിച്ച് അദ്ദേഹം മോക്ഷത്തിലെത്തുന്ന സമയത്ത് യജ്ഞാചാര്യനെ നമസ്കരിച്ച് ആ വഴി പോവാൻ സ്വർഗാരോപണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള നിയോഗമാണ് എനിക്ക് തന്നിരിക്കുന്നത്. പരമഭാഗ്യമായി കരുതുന്നു. അന്ധഭാഗ്യം തന്നെയാണ്. ഞാൻ ഇപ്പം അദ്ദേഹം എന്നെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. കേട്ടപ്പോൾ കൊതിയായി, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം എല്ലാം നല്ല മനസ്സിലുള്ളത്. കർമ്മയോഗി എന്നൊക്കെ പറയുന്നത് എവിടെ കിടക്കുന്ന ഒരു സങ്കല്പമാണെന്ന് എനിക്ക് ഏകദേശ രൂപമുണ്ട്. ഞാൻ ബഹുദൂരം ആകെ ഒരു നമ്മൾ തമ്മിലൊരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം ഒരു ധാരണ എനിക്കിത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അത്രയുള്ളൂ. വളരെ ദൂരം സഞ്ചരിക്കാനുള്ളൊരു പന്ഥാവിലൂടെയാണ് പോണത്. ജനകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കർമ്മയോഗിയായിരുന്നു. ആദ്യത്തെ ഭാഗവതാചാര്യൻ ജനകന്റെ അടുത്ത് ബ്രഹ്മചാരി അന്വേഷിച്ച് പോയിരുന്നൊരു കഥയാണ്. ജനക മഹാരാജാവ് ജനകനെ കുറിച്ച് നമുക്കറിയാവുന്ന എങ്ങനെയാണ്? സീതയുടെ അച്ഛൻ. അത്രയുള്ളൂ. സീതയുടെ അച്ഛൻ. ഈ മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന മാതാപിതാക്കളുടെ ശ്രേണിയിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ മഹാനായിട്ടൊരു വ്യക്തി അദ്ദേഹമായിരിക്കാം. ഇപ്പം എൻ്റെ മകൾ വലിയ കരാട്ടക്കാരില്ല. അപ്പോൾ അവളുടെ കരാട്ടെ ടൂർണമെന്റിന് പോകുന്നതെന്ന് പലരും പറയും കല്യാണിയുടെ അച്ഛൻ. അതുപോലെ ജനകനെ കുറിച്ച് നമുക്കറിയാവുന്ന സീതയുടെ അച്ഛൻ. പക്ഷെ ഞാൻ ഈ എൻ്റെ അടുത്ത് കല്യാണിയുടെ അച്ഛൻ എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. എനിക്ക് വേറെയും ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ജനക മഹാരാജാവ് സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞസ്യ ഭാഷാ സമാധിസ്തസ്യ കേശവ. സ്ഥിതപ്രജ്ഞന്റെ ഭാഷ സമാധിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനമഹാരാജാവ് അമ്പെയ്യുമ്പോൾ പോലും അദ്ദേഹം സമാധിവസ്ഥയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ കർമ്മയോഗി. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ശുഭമന്ത്രി വേണ്ടി ചെന്നു. ശുഭനൊരു പ്രത്യേകിച്ചുണ്ട്, നിർബന്ധമില്ല. കാരണം എന്താണ്? അഹം ബോധമില്ല, ഭേദബുദ്ധിയില്ല. ഞാൻ എന്താണെന്നോ ഞാൻ ആരാണെന്നോ എൻ്റെ ശരീരം എൻ്റെത് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവനാണുള്ളത്. എങ്ങനെ? ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നത് പോലെ അഹം വികൽപ്പായ ഹമേവ കേവലം മൈസ്ഥിതം വിശുദ്ധം ചരാചരം ഇതം രഹസ്യം അമേന ദശിതം സവന്തരിയോ. അവിടെ ഗുരുണ്ട്. ആ സവന്തരിയോ ഗുരുദേവ കേവലം. അഹം വികൽപ്പ. എനിക്ക് മുറിവുകളില്ല. ഞാൻ നിരന്തരമാണ്. ഞാൻ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ബ്രഹ്മമാകുന്നു. അഹം വികൽപ്പായ ഹമേവ കേവലം. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മഹിസ്ഥിതം വിശ്വവിധം ചര. ഈ വിശ്വചരാചരങ്ങൾ മുഴുവൻ എന്നിൽ നിലനിൽക്കുന്നു. ഇതം രഹസ്യം അമേന ദശിതം. ഞാൻ തന്നെ കുറിച്ച് വേറെ ആരുമില്ലല്ലോ, വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറയണത് സവന്തരിയോ ഗുരുദേവ കേവലം. അതിന് ഞാൻ എൻ്റെ ഗുരുവിനെ നമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിലുള്ള ശുഭമഹർഷി ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച ചെറുതാരെന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, ഭേദബുദ്ധിയില്ല, ദേഹബുദ്ധിയില്ല, ഒന്നുമില്ല. മനോബുദ്ധി അഹങ്കാര ചിത്ത. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തവുമല്ല എന്ന അവസ്ഥയിൽ നടക്കുന്ന ശുഭൻ ചെന്ന് ജനകമഹാരാജാവിനോട് ചോദിക്കാൻ പോവുകയാണ്. പോകുമ്പോൾ എന്താ കാണാന്നറിയോ? ഒരു ശിവലിംഗത്തിൽ കാല് പണിത് വെച്ചിരിക്കുന്നു. ആര്? ജനകൻ. തല വെച്ചിരിക്കുന്ന ഒരു വിഷ്ണുവിന്റെ വിഗ്രഹമല്ല. തല തെറ്റിപ്പോയി. ഈശ്വരൻ ഇത്ര കണ്ട് നിന്ദിക്കുന്ന ഒരാളെന്നാണ് ഞാൻ ബ്രഹ്മജ്ഞാനം അന്വേഷിച്ചത്. ശിവൻ പിടിച്ചടക്കാണ്. ആങ്ങി കിടക്കുന്ന ജനകൻ പറയുന്നു, ആരാണ്? എങ്ങടാ പോണേ? എന്താ വിശേഷം? ഇല്ല, ഞാൻ നല്ല തെറ്റിപ്പോയി. അപ്പൊ ജനകൻ ചോദിക്കുന്നു, ഞാൻ ഭഗവാന്റെ മുകളിൽ കാലെടുത്ത് വെച്ചതാണ് താങ്കളുടെ അനിഷ്ടമെങ്കിൽ ഈ സമയത്തിൽ ഒരു കാര്യം ചെയ്യാം, അതെടുത്ത് ഭഗവാൻ ഇല്ലാത്തത്തേക്ക് വെക്കുക. ജനകനെ നമസ്കരിക്കുകയാണ്. ഇതിനെ സുഖത്തെ ഇവിടെ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അഹം വികൽപ്പ ഹമയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നുള്ള സങ്കല്പത്തില് നിരന്തരം ജീവിച്ചിരുന്ന ശിവന്റെ ഗുരുസ്ഥാനീയനാണ് ആര്? ജനകൻ. ആ ജനകനെയാണ് ഞാനൊരു കർമ്മയോഗി എന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രം ജനമഹാരാജാവിനെയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഈ ഏറ്റുമാനൂർ പോയി 7.5 ദർശനത്തിന് പോകാറുണ്ട്.
33 കോടി ദൈവങ്ങൾ വന്നിരിക്കുന്ന മഹർഷിമാരൊക്കെ ഉണ്ട് അവിടെ ആ നേരത്തെ. അപ്പോൾ പ്രശ്നം എന്താ അറിയോ? അപ്പൊ നമ്മൾ ചെന്ന് ഒപ്പം നിൽക്കുക. കാരണം മഹർഷിമാരൊപ്പം അപ്പോ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ പോയി നിൽക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഉപേക്ഷിക്കണം എന്നാണ് ശാസ്ത്രം. യജ്ഞാചാര്യൻ അനുവാദം ഞാൻ ചോദിച്ചു എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരോടും. ഇപ്പം ഞാൻ അവിടെ ചെന്ന് എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. ദിവസം രാവിലെ രുദ്രവും ചമകവും ഒക്കെ ചൊല്ലും. അവിടെ പോയി നമസ്കാരം ഉള്ളത് കേട്ടില്ല ചൊല്ലുക. അപ്പൊ രുദ്രം ചൊല്ലുന്നത് ചമകം ആദ്യം ചൊല്ലിയതാണെന്നറിയോ? രുദ്രമേ പ്രയത്നമേ എന്ന മേ 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 എന്നാണ് എല്ലാം അവസാനിക്കുന്നത്. എന്താ കാര്യം? ഈ ദക്ഷിണ തല വെച്ച് കൊടുക്കുക, ആടിന്റെ തല. അത് കഴിഞ്ഞിട്ട് ശിവനെ ആദ്യമായിട്ട് സ്തുതിക്കാൻ നോക്കുമ്പോൾ മേ എന്നല്ലാണ്ട് വേറൊന്നും വരില്ല, ആടല്ലേ പാവം. ആ സ്തുതിച്ച സ്തുതി കൂടി ഇരുന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ഡിക്ലറേഷൻ ഉണ്ടാവുന്ന ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ദക്ഷപ്രജാപതിയോട് ഞാൻ പറഞ്ഞു, എന്താ പറയുക, നിങ്ങളും ചവകം ചൊല്ലും ഞാനും ചൊല്ലും കേട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഈക്വൽസ്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ചെന്ന് നമ്മൾ പലരുടെയും സങ്കല്പം ആഗ്രഹം എന്ന് പറയുന്നത് എന്താ പറയുക, വലിയ വലിയ മന്ത്രങ്ങൾ ചൊല്ലുക. ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ശരഭം എന്ന് ചൊല്ലിയാൽ എന്താ കുഴപ്പം? ശരഭം എന്താണ് അറിയാമോ? ഈ നരസിംഹമൂർത്തി ഈ എല്ലാ അവതാരങ്ങൾക്കും ഒരു ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ നരസിംഹം അവതരിച്ചു, നരസിംഹം ഹിരണ്യകശിപുവിനെ കൊന്നു, എല്ലാം കഴിഞ്ഞു, ഗംഭീരായി, പ്രഹ്ലാദന് അനുഗ്രഹം കൊടുത്തു. പിന്നെ നരസിംഹത്തിന് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അനന്തമായ ചൈതന്യം ഭൂമിയിൽ അനിയന്ത്രിതമായി പുറപ്പെട്ടു പോകുമ്പോൾ പ്രായം ചെന്നു നരസിംഹത്തിൽ ബോധം ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെന്താ ഉണ്ടായത്? യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നശിപ്പിക്കുക, ആരെങ്കിലും കണ്ട ഉപദ്രവിക്കുക, കാടില്ലാണ്ടാക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വശം കെട്ടിട്ട് പരമേശ്വരനെ ശരണം പ്രാപിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഉപദ്രവമില്ലാണ്ടാക്കണം. അദ്ദേഹം ശരഭപക്ഷി എന്ന് പറയാൻ പറ്റുന്നതല്ല. ചിറകളൊന്നും നമ്മൾ ചിറകളല്ലാതെ നമ്മൾ പക്ഷി എന്ന് പറയുമല്ലോ, കോഴി കിടക്കുന്ന നമ്മൾ പക്ഷി എന്ന് പറയും. അതുകൊണ്ട് ശരഭം എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യാളി രൂപത്തിലുള്ള ഒരു പക്ഷി. ആ പക്ഷി പറന്നു വന്ന് ഈ നരസിംഹമൂർത്തിയെ എങ്ങോട്ട് എടുത്തോണ്ട് പോയിന്നാണ് ആചാര്യൻ. ഞാൻ തെറ്റ് പറഞ്ഞാൽ തിരുത്തണം. പോലീസുകാർക്ക് തെറ്റുപറ്റിക്കൂടി. അപ്പോ ആ ശരഭം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഒരു സങ്കല്പമാണ്. അപ്രത്യേക ശക്തിയുള്ള ഒരു സങ്കല്പം. ആ മന്ത്രം ഒന്ന് ജപിച്ചാൽ എന്താ സാറേ കുഴപ്പം? ഞാൻ പറഞ്ഞ ശരഭത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കാര്യം കണ്ടറിയേണ്ടി വരും. നമ്മൾ നാരായണ കൃഷ്ണ വാസുദേവ എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഭഗവാൻ നാമങ്ങൾ ഉച്ചരിച്ച് കരഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ മതി. കലിയുഗത്തിൽ ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കാം. അത് ഇവിടെ ഇപ്പൊ ആരെങ്കിലും കേൾക്കുമോ? ഈ ഉച്ചപൂജയ്ക്ക് തൊഴാൻ പോണ ഇവിടെ ഗുരുവായൂർ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ത്രീകളുണ്ട്, ഞാൻ സ്ഥിരം കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ ഞാൻ കളിയാക്കാന്ന് കരുതരുത്. അവരിൽ നാമജപത്തിന് നല്ല പ്രത്യേകതകളാണ്, രസകരാ കേൾക്കാൻ. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇടപാടിയിൽ ഇങ്ങനെ അങ്ങനെ കയറുമ്പോൾ ഭഗവാനെ കാണാൻ കയറുന്ന വഴിക്ക് ആ നാരായണ 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 അങ്ങനെ തന്നെ കണ്ടില്ലല്ലോ, നാരായണ 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 നാരായണ. ആ ഞാൻ നല്ലൊരു കല്യാണത്തിന് പോയി നാരായണ 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 നാരായണ. മഞ്ചേരി നാരായണന്റെ കല്യാണം ശരി നാരായണ നാരായണ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതിപ്പോ നിങ്ങൾ ചിരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ പലരും ഇതിന് ഭാഗവാക്കുകളും ആവാം, ഇതിന് വശുമതരാകാം, ഇത് കേട്ടിട്ടുണ്ടാവാം, ഇതിന് സാക്ഷികളാവാം. ക്ഷേത്ര ദർശനം അങ്ങനെയല്ല വേണ്ടത്. നാരായണ എന്ന് പറയുമ്പോഴല്ലോ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം നേരത്തെ അദ്ദേഹം പറഞ്ഞ ഉള്ളിലിരിക്കുന്ന മുകുന്ദനെ പുറത്തു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പുറത്തു വെക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളുടെ അഹംബോധം മാറി നമ്മൾ പ്രപഞ്ചമായി മാറുന്ന പരബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മസൂത്രവാക്യങ്ങളുടെ സമാനമായ മാനസികാവസ്ഥ പറയാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയും. ഭാഷ ഇതിന് വളരെ അപര്യാപ്തം. മനോബുദ്ധി, ഞാൻ നേരത്തെ നിർമ്മാണാഷ്ടത്തിലെ ആദ്യത്തെ വരിയിൽ മനോബുദ്ധി അഹങ്കാരത്താനി, ഞാൻ മനസ്സും ബുദ്ധി അഹങ്കാരം ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ മനസ്സുകൊണ്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷ കൊണ്ട് എങ്ങനെ ഇതിനെ വർണ്ണിക്കാൻ സാധിക്കില്ല. അപ്പോൾ വർണ്ണിക്കുന്നത് ഉപ്പുപാവ കടലടക്കാൻ പോയ പോലെ എന്നാണ് ശ്രീരാമകൃഷ്ണ പരമാവധി പറഞ്ഞിരിക്കുന്നത്. ഉപ്പുപാവയെ നമ്മൾ കടലിൽ ആടടക്കാൻ ഉണ്ടാവുക, അത് കടലിൽ അലിഞ്ഞു ചേരും, അത്
കടലായി മാറും. ആ കടലായി മാറുന്ന അവസ്ഥ, ഞാനും ഭഗവാനും ഭിന്നരല്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ, അദ്വൈതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ആ പ്രക്രിയയെ അനുവർത്തിക്കാനായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്ര ദർശനം നടന്നേക്ക. ക്ഷേത്രം ദേവാലയമാണോ? എന്താ അഭിപ്രായം? ദേവാലയമാണോ? ദേവന്റെ ആലയമാണ്. നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും വലിയ ചുതി എന്താണെന്നറിയോ? ഈ ചെയ്യണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് എന്തിനു ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലം 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 ഒന്നും അറിയില്ല. എന്തിനാ ക്ഷേത്രത്തിൽ പോണെന്ന് വെച്ചാൽ മറുപടി, എന്തിനാ ക്ഷേത്രത്തിൽ പോണത്? ദൈവത്തെ കാണാൻ അല്ലേ? ആണ് ദൈവത്തെ കാണാനെങ്കിൽ ക്ഷേത്രത്തിൽ സർവവ്യാപിയായിട്ട് ഈശ്വരനെ കാണുന്ന ക്ഷേത്രത്തിൽ പോണേ. നിങ്ങൾ പോകുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ടോയ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശുചിമുറിയിലുള്ള ഭഗവാൻ തന്നെയാണ് ക്ഷേത്രത്തിൽ വിളിക്കുന്നത്. സർവവ്യാപിയാണ്. എന്ത് ഈ കാണാൻ പോണെന്താ? ആരെ കാണാൻ പോണേ? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയാതായ രീതി, ക്ഷയത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന ഒരു സാധനമാണ് പറയാം. അപ്പൊ അതെന്താണ് സാധനം? ആ സാധനം എന്താന്ന് വെച്ചാൽ ദേവാലയമല്ല. ദേവാലയം എന്ന് പറയുന്നത് സെമറ്റിക് സങ്കല്പമാണ്. സെമറ്റിക് സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുസ്തകം മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്. അത് ശരിയോ തെറ്റോ നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ അതല്ല പറയണത്. അതിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വ്യത്യാസം. ഇപ്പൊ ഒരു പുസ്തകത്തിനെ ആശ്രയിക്കുന്നത് ശ്രീമദ് ഭാഗവത പുരാണം എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഈ പുസ്തകമുണ്ട്. ഇത് മതിയോ നമുക്ക്? ഇതാണോ ഉള്ളത്? അല്ല, ഇനി വേറെ എന്താ? രാമായണം ഉണ്ടല്ലോ ഉണ്ടല്ലോ. ആ ശരി. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഇനി ഭഗവത്ഗീത ഉണ്ട്. ഓ അങ്ങനെ സാധനം ഒരാളോട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എത്ര പുസ്തകങ്ങളുടെ കാര്യം പറയണമെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീത അതാണോ ഒറ്റ ഗീത? ഓ അല്ലല്ല, വേറെ ഗീതകളുണ്ട്. അതെന്തൊക്കെയാ? ഉദ്ധവഗീത അതാരാ? അത് അഷ്ടാവക്ര ഗീത. അതെന്താ അത്? അത് മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ കിടക്കാണ്, സമുദ്രം പോലെ കിടക്കല്ലേ. എത്ര പുസ്തകങ്ങൾ വേണം നിങ്ങൾക്ക്? ഒരു പുസ്തകത്തെ ആശ്രയിച്ചല്ല നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. ചാർവാകനുള്ള സ്ഥലം കിട്ടോ? ചാർവാകൻ ആരെന്ന് പറയോ? ഈശ്വരനില്ല. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനില്ല എന്ന് പറയുന്ന ഒരു എന്താ പറയാ ആശയ സംഹിതയുടെ പ്രയോക്താവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. ഇനി ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് ക്ഷേത്രം? ക്ഷയാത്രായതേ. നേരത്തെ പറഞ്ഞു, മനസ്സിലായി. ശരി, എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് രക്ഷിക്കണേ? അതിനെന്താ വഴി? ദേവനെ കാണാനാണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തത് പാർത്ഥസാരഥി ക്ഷേത്രം. തൊട്ടടുത്ത് പാർത്ഥസാരഥി. അവിടെ കൃഷ്ണനില്ലേവോ? ഇവിടെ കൃഷ്ണല്ലേ? നിങ്ങൾ എത്ര പേരുന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി? എത്ര പേര് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയി? ഞാൻ പോയില്ല. 1 2 3 4 5 6 7 8 9 കഴിഞ്ഞു 10. എന്താ ഇവിടെ കൃഷ്ണൻ അവിടെ കൃഷ്ണല്ല? അവിടെ കൃഷ്ണൻ കണ്ടാ പറ്റില്ല. ഇതിനെവിടെ തന്നെ പറഞ്ഞേ? ഗുരുവായൂർ തന്നെ വരുന്നതിനാ ഞാൻ ഈ കടക്കഥ നിർത്തി കാര്യത്തിലേക്ക് കിടക്കാം. ദേവാലയങ്ങളിൽ ദേവനുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ there is something called sacred and profane. ദിവ്യമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യകൽപ്പിതമായ കുറെ സാധനങ്ങളും ദിവ്യമല്ലാത്ത കുറേയുണ്ട് ദേവാലയത്തിൽ. ക്ഷേത്രത്തിലോ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം. ക്ഷേത്രജ്ഞ പാലിനി. ക്ഷേത്രം ക്ഷേത്രത്തിനെയും പാലിക്കുന്നവളാരോ, അതാണ് ഭഗവതി അമ്മ. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ എൻ്റെയല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഗുരുവിന്റെയും ബൃഹസ്പതിയുടെയും വായു ഭഗവാന്റെയും സൂക്ഷ്മ ശരീരത്തിനകത്തൂടെ കയറി നടക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അതെന്തിനാക്കി നടക്കണേ? നമ്മളൊക്കെ ആയാലും ശ്രേഷ്ഠരായവരെ ഇദ്ദേഹത്തിന് കുറെ കാലം കഴിഞ്ഞ് സമാധി ആവണം തീരുമാനമായി. ഇരിക്കട്ടെ, ആവാതിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. നമുക്ക് സ്വാർത്ഥതകളുണ്ട്. ആചാര്യന്മാർ കൂടി ഉണ്ടാവണം. ആചരിച്ച് കാണിച്ചു തരുന്നവരാണ് ആചാര്യന്മാര്. അവര് കൂടെ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ അവരെ പ്രിസർവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്നുള്ളതാണ് ചോദ്യം. അന്ന് നമ്മുടെ മഹാമനീഷികളായിട്ടുള്ള ഋഷിമാര് കണ്ടുപിടിച്ച വഴിയാണ് ക്ഷേത്രം. അവരുടെ പ്രാണനെ അവര് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു. അതിന് നമ്മളെന്ത് കൊടുത്തു? പേര് പ്രാണപ്രതിഷ്ഠ എന്ന് കൊടുത്തു. അപ്പൊ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവണം എന്താണെന്നറിയോ? പിന്നെ നമ്മൾ അവിടെ പോയി കാണുന്നത് ഭഗവാന്റെ രൂപമാണെങ്കിലും
ഭഗവാനാണ് കാണുന്നെങ്കിൽ നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ സൂക്ഷ്മ രീതി കൂടിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിത രീതി എന്താണോ, എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ സ്വഭാവമാവും ആ ക്ഷേത്രത്തിന്. വേണ്ട, ഗുരുവായൂർ വരുന്ന കിട്ടുന്ന കുഞ്ഞു കൃഷ്ണനെ കിട്ടുന്ന അനുഭൂതിയാണോ നിങ്ങൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിട്ടണേ? എന്താ വ്യത്യാസം? പ്രതിഷ്ഠാകർത്താവിന്റെ വ്യത്യാസം. അതിന് ഭഗവാന്റെ പല രൂപത്തിലുള്ള സങ്കല്പത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സമ്പ്രദായം ഒരുക്കിയിട്ടുണ്ട്. എന്തിനാ ആരാധിക്കണേ? ആരാധനയിലൂടെ ഏകാഗ്രത വർദ്ധിക്കുന്നു. നമുക്ക് നാരായണന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ എവിടെ പറയണം? ഇവിടുന്ന് പറഞ്ഞു താല്പര്യമില്ല. എന്ത് പറയാനുള്ളത് പുറത്തു പറഞ്ഞോളൂ. അകത്ത് കയറിയാൽ നാരായണ ജപിക്കുക, അതൊന്നും വേണ്ട. ആ ജപം പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിൽ ഒരുപാട് പേരെ കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവാന്ന് പറയുന്നത്. എന്താ ബുദ്ധിമുട്ടെന്നറിയോ? ഓർക്കിയ ജപം. നമ്മള് ഞാൻ ഇടപ്പള്ളി താമസിച്ചത് തൊട്ടടുത്തൊരു ഭദ്രകാളി ക്ഷേത്രം. അവിടെ പോയി സ്വൈരമായിട്ട് നമ്മൾ കുട്ടിക്കാൻ കഴിയുമ്പോൾ ആ തൊട്ടപ്പുറത്ത് ഒരാള് ശ്രീമാതാ ശ്രീ മഹാരാജി ശ്രീമതി ഭഗവതി കേട്ടറിഞ്ഞു. എന്താ ഉദ്ദേശം? നിങ്ങൾക്ക് മാത്രം ജപിച്ചാൽ മതിയോ? പോരാ. അവിടെ വരുന്ന ഓരോരുത്തർക്കും ജപിക്കാനുള്ള സൗകര്യം വേണം. മാനസജപം. വൈകുണ്ഠത്തിൽ പോകുമ്പോ വൈകുണ്ഠ ദർശനത്തിനെ കുറിച്ച് ഒരു കഥയുണ്ട്. ജയവിജയന്മാരാണ് എല്ലാവരും നിയന്ത്രിക്കുന്നത്. അപ്പൊ സാക്ഷാത് സൂര്യഭഗവാൻ എഴുന്നള്ളിയിട്ട് ഭഗവാനെ കാണാൻ നേരത്ത് ഉറക്കം ആരാണെന്ന് ചോദിച്ചൊന്നും ജയവിജയന്മാർ ശാസിക്കുന്നത് ഇന്നത്തെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ നിങ്ങൾ വിചാരിക്കുന്നത് അറിയാം, നമ്മൾ ഇവിടെ കാണുന്ന ഈ ദേവസ്വത്തിന്റെ ആൾക്കാരൊക്കെ നമ്മൾ ചീത്ത പറയില്ല. ആൾമാരെ കാക്കുന്നത് ഇത് അനാദി കാലത്ത് വൈകുണ്ഠത്തിലേ ഇവര് ജയവിജയന്മാരുടെ പ്രതീകാത്മക ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ കാണുമ്പോ വണങ്ങുക. കാരണം പറയാം, ഭഗവാനെ നിരന്തരം കണ്ടുകൊണ്ടിരുന്നവരല്ലേ. പിന്നെ ഞാൻ തൊഴുതുകൊണ്ടിരുന്നപ്പോ നേരം മുമ്പ് തൊഴുതു. ഭഗവാനെ കണ്ടു പോരാതൊരു മനസ്സിലില്ലല്ലോ, നിങ്ങൾക്കായാലും. അപ്പോ പരമാവധി എല്ലാവരും ഒഴിഞ്ഞ് നട അടയ്ക്കാൻ നേരത്താണ് എന്നെ കയറ്റിയത്. അപ്പൊ ഞാൻ ചെന്ന് അവിടെ നടയിൽ പോരില്ല, അവിടെ കണ്ടാൽ കുറെ നേരം അവർ സഹിച്ചു. അതേ പലപ്പോഴത്തേയോടുകൂടി പറഞ്ഞു, സാർ ഇതിന് നേരമായി. അത് നമ്മൾ ആ വാചകം നമ്മൾ എങ്ങനെ കേൾക്കണം, എങ്ങനെ ശ്രമിക്കണം? ഗുരുവായൂരപ്പം പറയണം, മതി നീ പൊയ്ക്കോ, ഈ സാമാന്യത്തിൽ കൂടുതലായില്ലേ, ബാക്കി എത്ര പേരെ നിൽക്കണേ, നിനക്ക് എന്തായാലും കൊമ്പുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്ര പരിസരത്തോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ക്ഷേത്ര പ്രതിഷ്ഠാകർത്താവായ ആ മഹാത്മാവിന്റെ സൂക്ഷ്മ ശരീരം നമ്മളോട് സംവദിക്കാനായിട്ട് ഒരുപാട് ഉപാധികൾ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ക്ഷേത്രദ്വാരപാലകന്മാർ. മനസ്സിലായി? വിഷ്ണു ആരിപ്പം എന്നെ കുറിച്ച് പറഞ്ഞു, ഞാൻ ശബരിമലയിൽ എന്തോ ഏർപ്പെട്ടൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. ചേട്ടൻ വളരെ സന്തോഷമായി. ഭഗവാനെ സമർപ്പിച്ച് ഞാൻ അദ്ദേഹത്തോട് രാവിലെ പോയി പറഞ്ഞു, എല്ലാം കുറിച്ച് രാവിലെ പോയി പറയും. ഇവിടെ എന്തെങ്കിലും ഒരു മോശം ഉണ്ടായാലും ആർക്കായിട്ട് മോശം? ആർക്കാ? എനിക്ക് നിനക്ക് അതുകൊണ്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ. മനസ്സിലായില്ലേ? നീ ശസ്ത്രധാരിയായിട്ട് വന്ന് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. അതിന് ഉപാധിയായിട്ട് എന്നെ നിർത്തിക്കോ. എനിക്ക് സന്തോഷമാണ്, ഞാൻ നിന്റെ ദ്വാരപാലകനല്ലേ. അപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? ഭഗവാൻ നിന്നും നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന് എന്നോട് കാര്യം പോയി നീ കുറച്ച് പേരൊക്കെ എടുത്തോ, എല്ലാവരും നിന്നെ പുകഴ്ത്തിക്കോട്ടെ, നമ്മൾ നിൽക്കട്ടെ. അതാണ് ഇപ്പൊ നടന്നത്. യഥാർത്ഥത്തില് കർത്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ്. കർത്തൃത്വബോധം ഈ നമ്മൾ എങ്ങനെ ഏത് തരത്തിലുള്ള കർത്തൃത്വബോധം വെടിയണം എന്നുള്ളത് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. മാന അപമാന യോസ്തുല്യോ തുല്യോ മിത്രായി പക്ഷയും സർവാരംഭ പരിത്യാഗി ഗുണാതീത സംവദിച്ചത്. ആദ്യത്തിൽ നിന്നും പെട്ടെന്ന് മനസ്സിലായി, മാന അപമാന യോസ്തുല്യ, മാനവും അപമാനവും തുല്യമായിരിക്കണം. ആണോ? അല്ല. എന്നെ പോയിട്ട് എനിക്ക് സന്തോഷമായി. നാശം ഇവിടെ വന്നിട്ട് പറയണം, ഇയാളാണ് ഈ ലോകത്ത് ഏറ്റവും വൃത്തികെട്ടെന്ന് പറഞ്ഞ പ്രശ്നവും. പക്ഷേ ഭഗവാനിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷമിക്കാനാ. മാന അപമാന യോസ്തുല്യോ തുല്യോ മിത്രാരി പക്ഷയോ, മിത്രങ്ങളും വരികളും ശത്രുക്കളും ഒരുപോലെയാണോ? അല്ല, ആവണം. കാരണം എന്താ? ഞാൻ പണ്ട് എവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് നാളത്തെ പണി പോകുന്നില്ല, എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ശത്രുക്കളിൽ ചിലരെനിക്ക് കൊല്ലണമെന്ന് തോന്നുന്നു. അതുപോലെ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളാവാൻ എപ്പോഴും നമ്മുടെ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക.
പ്രത്യേകിച്ച് പോലീസിൽ നമുക്ക് ശമ്പളം തരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് പണ്ട് ഞാൻ പോലീസിൽ ചേരുന്ന നേരത്ത് എൻ്റെ സീനിയർ പേഴ്സൺ ചോദിച്ചു, ശ്രീജിത്ത് വാട്ട് ഇസ് എക്സ്പീരിയൻസ് ഇൻ പോലീസിൽ അനുഭവം സമ്പത്ത് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു സാർ ക്രൈം, ലോ ആൻഡ് ഓർഡർ, അടിപിടി ഇല്ലാത്തിച്ച. അപ്പോൾ അദ്ദേഹം വളരെ ഓമനത്തോട് തെളിവാണ്, പോലീസ് സെക്യൂരിറ്റി സാധാരണ പറയാം, ഞങ്ങൾക്ക് ഭൂഷണമായിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കറിയില്ല, സാറ് പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു എക്സ്പീരിയൻസ് ഇൻ പോലീസിംഗ് കപ്പാസിറ്റി ടു പോക്കറ്റ് ഇൻസൾട്ട്സ്. എന്താണ്? അപമാനങ്ങൾ പോക്കറ്റിടാനുള്ള കഴിവ്. അപ്പൊ നേരത്തെ പറഞ്ഞതായി ഭഗവത്ഗീത വാക്യാനുണ്ട്, സീരിയസ് പറഞ്ഞിരുന്നേ, മാന അപമാന യോസ്തുല്യോ. പോലീസിൽ യൂണിഫോം കിട്ടുന്നില്ല, ഗംഭീരമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കും. അപ്പൊ കൊള്ളാം. അത് കഴിഞ്ഞാൽ പറയണമെന്നറിയോ, അതേ ആൾ ചിലപ്പോൾ പറയും മഹാഗണന വിശ്വസിക്കാൻ കൊള്ളാൻ നമ്മൾ ഒരു തെറ്റുവേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ കപ്പാസിറ്റി ടു പോക്കറ്റ് ഇൻസൾട്ട്സ് ആൻഡ് കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ദ സെയിം ഫെർവർ ആസ് ഇഫ് യു വർ നെവർ ഇൻസൾട്ടഡ്. നിങ്ങൾ പോക്കറ്റിൽ അവമാനങ്ങൾ നിങ്ങൾ വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ അവമാനിച്ചവരെ വരെ രക്ഷിക്കുന്ന ജോലി, നിങ്ങൾ അവമാനിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര ഔത്സുക്യത്തോടുകൂടി ചെയ്തിരുന്നു, അത് തുറന്ന് ചെയ്യാനായിട്ടുള്ള കെൽപ്പ് നിനക്ക് എന്നുണ്ടാവുന്നു. അന്നാണ് എനിക്ക് പോലീസിൽ അനുഭവ സമ്പത്തോടൊക്കെ പറയാൻ പറ്റും. അത് എന്നോട് ചോദിച്ചു മനസ്സിലായെന്നില്ല. ഞങ്ങൾ മനസ്സിലായി സാർ. പിന്നെ എന്തൊരു പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇനി എന്തിനാണ് സാർ പറയും. അപ്പൊ പറഞ്ഞു നീ കള്ളം പറഞ്ഞു. എന്താ നിനക്ക് മനസ്സിലായിട്ടില്ല? നിനക്ക് മനസ്സിലാവണമെങ്കിൽ സർവീസിൽ കയറി 15 വർഷം കഴിയണം. 15 വർഷം കഴിയുമ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം കേട്ടതിന് ശേഷവും ഇതൊന്നും എന്നെക്കുറിച്ചല്ല പറഞ്ഞതെന്നുള്ള ഭാവനയോടുകൂടി പറഞ്ഞവനെ രക്ഷിക്കാനായിട്ട് എൻ്റെ ഔത്സുക്യം കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് തെറ്റി. എനിക്കൊരു 9 വർഷം കഴിയുമ്പോൾ 15 വേണ്ടി വരില്ല. ഞാനീ പറഞ്ഞതിന് താല്പര്യം, നിങ്ങൾ ഈ മാനാപമാനി ഓത്തുല്യോ മിത്രാരി പക്ഷയോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നും. മനസ്സിലായിട്ടില്ല. മനസ്സിലാവണം എന്തുകൊണ്ടെന്നറിയോ? ഭഗവാൻ ഭഗവത് രൂപം മനസ്സിൽ വരുന്ന സമയത്തെ മനസ്സിലാവൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, എൻ്റെ ചില ശത്രുക്കളെ എനിക്ക് കൊല്ലണം തോന്നുന്നുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ദൈവജനുണ്ടെങ്കിൽ അതിന് ജ്യോതിഷമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് ഒരു കാര്യം മനസ്സിലാക്കണം, സാറിൻ്റെ ദുര്യോഗം എനിക്കില്ലല്ലോ, ശരിയല്ലേ? എൻ്റെ ദുര്യോഗമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ദുര്യോഗമല്ല എനിക്ക്. അപ്പൊ എന്താ സാറിന് ഇങ്ങനെ പ്രത്യേകമായിട്ട് ദുര്യോഗം വരാൻ കാര്യം? എന്തായിരിക്കും കാര്യം? സാറിൻ്റെ കർമ്മഫലം ഞാനില്ലേ? അത് ശരിയാണ്. അപ്പൊ ആ കർമ്മഫലം അനുഭവിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞയച്ച ഒരാളെ സാറ് ഹരിച്ചാൽ ആ കർമ്മഫലം ഇവിടെ പോകും. അതനുഭവിപ്പിക്കാൻ വേറൊരാൾ വരണ്ടേ? അപ്പൊ ഈ ശത്രു എന്ന് പറയുന്ന ആള് സാറിന് മുമ്പിൽ ശത്രുവായി അവതരിക്കുന്നത് ഭഗവാന്റെ നിയോഗപ്രകാരമാണ് തിരിച്ചറിയാനുള്ള വിവരം താങ്കൾക്ക് ഇരിക്കുകയും. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ നന്ദിയോടെ തൊഴിലല്ലേ അങ്ങ് ചെയ്യേണ്ടത് ശത്രുവിനെ. ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇത്രയും കാലം ആത്മജ്ഞാനം പറഞ്ഞ് നടക്കുന്നത് ഞാൻ എന്തൊരു വിവരം കിട്ടാനാണ്. അന്ന് തൊട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. എന്താ? എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഭഗവാനോട് അഭ്യർത്ഥിക്കാൻ നല്ലത് വരണേ. അവർക്ക് നല്ല മെനക്കെട്ട പണിയുണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നോക്കൂ, ഒരു 3 മാസത്തെത്താൻ കൊണ്ട് ഞാൻ സാധിച്ചു എന്നതാണ്. ഒരു മാസം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ ശത്രുക്കൾ കൊണ്ട് ഇന്ന് വരെ എനിക്കൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളോട് പറയണേ, ഈ അവസ്ഥ എത്തിയപ്പോഴേ എനിക്ക് ഈ ഗീതാവാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ. തുല്യോ മിത്രമായി, മിത്രങ്ങളോട് നമുക്ക് നല്ല സ്നേഹമാണ്. എൻ്റെ ഭാര്യയോട് എനിക്ക് വളരെ സ്നേഹമാണ്, മക്കളോട് സ്നേഹമാണ്, എൻ്റെ സുഹൃത്തുക്കളോട് സ്നേഹമാണ്, സംശയമില്ല. അവരെ കാണുന്നതിലും ഭവ്യതയോടുകൂടി വേണം അത്രേ ശത്രുക്കളെ കാണാൻ. കാരണം എന്താ? ഇവര് നിങ്ങളുടെ കർമ്മദോഷം തീർത്തരില്ല, നിങ്ങൾ സൂചിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുക. ആര്? ഭാര്യയും കൂട്ടുകാരും മിത്രങ്ങളൊക്കെ. അരികൾ എന്താ ചെയ്യുന്നത്? ശത്രുക്കള് വന്ന് നിങ്ങളുടെ കർമ്മഫലം തീർത്തു തരികയാണ്, ഭഗവാന്റെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് വൈരം, നിങ്ങൾക്ക് ദേഷ്യമാണോ? എന്താ ഈ പറയണേ? നന്ദി വേണ്ടേ മനുഷ്യ? അതുകൊണ്ടാണ് തുല്യോ മിത്രായി പക്ഷയോ ഭഗവത് ഗീതാ ഭാഷ്യം. ഇത് മനസ്സിലായി കഴിഞ്ഞ് അവസാനം അടുത്ത വരികയാണ് അതിനേക്കാളും ഗംഭീരം. സർവ ആരംഭ പരിത്യാഗി, എല്ലാ ആരംഭങ്ങളും വെടിയണമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് പോകും?
വെടിയാൻ പറ്റുമോ? തുടക്കങ്ങളൊക്കെ വെടിയാൻ പറ്റും, എന്തെങ്കിലും തുടങ്ങാതെ പറ്റുമോ? ഇപ്പൊ എന്നോട് ചോദിക്കണം, ഇപ്പൊ നേരത്തെ ഒരാൾ ഞങ്ങളുടെ ചെറിയ എന്നെ സ്വീകരിച്ച് ഇവിടുത്തെ സംഘാടകരുടെ ഒരു മാന്യദേഹനോട് ചോദിച്ചു, സാർ യാത്രയൊക്കെ നന്നായിരുന്നോ? അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത്, അതെ തിരുവനന്തപുരത്ത് ഇന്നലെ പുറപ്പെട്ടു, ഇത് രാവിലെ എറണാകുളത്തെത്തി, അല്ലെങ്കിൽ ഇന്നലെ രാത്രി എറണാകുളത്തെത്തി, രാവിലെ എറണാകുളം പുറപ്പെട്ടു, ഇവിടെ എത്തി. അപ്പൊ നോക്കൂ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു, അല്ലെ ഞാനല്ലേ പുറപ്പെട്ടത്. അപ്പൊ കർത്തൃത്വ ബോധം ആർക്കാ? എനിക്ക്. ഞാനാ ചെയ്തിരിക്കണേ, ഞാൻ തുടങ്ങിയ യാത്ര, എന്റെ ആരംഭം. അല്ലെങ്കിൽ ആരംഭം തിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി എന്നുള്ള ചിന്തത് ഞാനല്ലെന്ന്. പിന്നെ ആരാ? ഭഗവാനാണ്. ഭഗവാൻ സഞ്ചരിക്കുന്നു. അതാണ് അഹംവികൽപ്പൈരഹമേവ കേവലം. ഭദ്രകാളി സങ്കല്പത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഭദ്രകാളി കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും പറയാം കാളി ഉപാസകനാണ്, ഒന്ന് സൂക്ഷിക്കണം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? രൗദ്രമൂർത്തിയാണ് പറയാം. ആണോ? എന്താ മുണ്ടമാല, പിന്നെ എന്താ അരയിലെന്തായിട്ടിരിക്കണമെന്ന് പറയും, പാവാട, കൈകളാണ് കൈ. ആരുടെയൊക്കെയോ കൈ മുറിച്ചിട്ടിരിക്കുകയാണ് ഈ തള്ള. എന്തിനാണാവോ മുറിച്ച് ഉപയോഗിക്കാനായിട്ട്? നിറച്ച് ചോര, കപാലം, തലയെടുത്ത് കൈ വെച്ചിരിക്കുന്നു ആരുടെയോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അമ്മയല്ലേ എന്നാ ഒരു ഭാഗത്ത് അമ്മ എന്ന് പറയുന്നുണ്ട്. ഇതെന്ത് പരിപാടിയാണ്? നോക്കൂ, നിങ്ങളുടെ കർത്തൃത്വബോധം പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ എന്നുള്ള ഭാവം, എൻ്റെ തല, ഞാൻ ചിന്തിക്കുന്നത് പോലെ. ഈ നിങ്ങളെല്ലാവരും ഈ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തേങ്ങ അടിക്കുമ്പോൾ ഈ തേങ്ങ എൻ്റെ തലയാണ്, എൻ്റെ ഈഗോതാ പോന്നിട്ടേ, ഓ നീ എടുത്തോ ഭഗവാൻ, എനിക്ക് വേണ്ട. ഈ സങ്കല്പത്തോടു കൂടി വേണം. അപ്പൊ ആ സങ്കല്പത്തില് നമ്മൾ ആദ്യം ചെയ്തിരിക്കണം എന്താ? ഭഗവതി നമ്മുടെ തലയെടുത്ത് കയ്യിൽ പിടിക്കണം. നിനക്ക് ഈ സ്വന്തമായിട്ടൊരു തല വേണ്ട, എൻ്റെ തല മതി നിനക്ക് എന്നാണ് പറയുന്നത്. അതാണ് കാളി കഴുത്തറത്ത് പിടിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം, ലക്ഷണം അതാണ്. അത് അതിന്റെ നാന്ദിയാകുന്നു. ഇനിയോ എന്തിനാ പാവാട ഈ കൈകൊണ്ട്? നല്ല സിൽക്ക് പാവാടയൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാലോ. ഈ ചേച്ചി ഈ പാവാട ഇട്ടത് എന്താ കാര്യം? നമ്മൾ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യണതാ? ഞാൻ ഈ മൊബൈൽ എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തത് എങ്ങനെ? എൻ്റെ കൈകൊണ്ടാണ് എടുത്തേക്കണേ. കർത്തൃത്വബോധം നിനക്ക് വേണ്ട, അത് ഞാൻ എടുത്തോളാം, നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തോളാം എന്നാണ് അമ്മ പറയണേ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കണ്ട അമ്മേ. നിങ്ങളെല്ലാവരും സമർപ്പിക്കുക. സമർപ്പിക്കുന്നതനുസരിച്ചിട്ട് ആ കർത്തൃത്വബോധം പൂർണ്ണമായി അമ്മ ഏറ്റെടുക്കും. ആ ഏറ്റെടുത്തിരുന്നേ നമ്മുടെയൊക്കെ കൈ കുറിച്ചിട്ട് പാവാടയാക്കിയിട്ട് പുള്ളി കളിച്ച് നടക്കാണ്. ആ നർത്തനത്തിന്റെ കൂടെ എല്ലാ ആരംഭങ്ങളും തിരിച്ച് ഞാൻ തുടങ്ങി എന്നുള്ള സങ്കല്പങ്ങൾ മുഴുവൻ വെടിഞ്ഞിട്ട് എൻ്റെ അമ്മയാണിതെല്ലാം ചെയ്യുന്നത്, എൻ്റെ ഭഗവാനാണിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള സങ്കല്പത്തോടുകൂടി നിങ്ങൾ കൂടെ നടക്കുക, അല്ലെങ്കിൽ അമ്മയായി മാറുക എന്നുള്ളതാണ് കാളി സങ്കല്പം. അങ്ങനെയുള്ള സർവ ആരംഭ പരിത്യാഗി ഗുണാതീത സമ്മതിച്ചില്ലേ, അവൻ ഗുണങ്ങൾക്ക് അതീതനാവുന്നതാണ്. അപ്പൊ ഈ സങ്കല്പം എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ. അപ്പോഴേ ഈ ക്ഷേത്രത്തിൽ ഏത് പ്രതിഷ്ഠാകർത്താവിന്റെ സൂക്ഷ്മശരീരമാണോ, അദ്ദേഹം ഏത് മന്ത്രം ജപിച്ച് ഉപാസിച്ചാണോ ഭഗവാനെ സാക്ഷാത്കരിച്ചത്, ആ മന്ത്രത്തിന്റെ ധ്വനി നമ്മുടെ സൂക്ഷ്മശരീരത്തിൽ അലയടിച്ചിട്ട് നമ്മുടെ സൂക്ഷ്മശരീര വികസനത്തിലൂടെ വിജൃംഭിക്കും നമ്മൾ. ആ സൂക്ഷ്മശരീരത്തെ നമ്മൾ ഇത് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. ഇത് എന്താ അനുഭവിക്കുന്നത്? എല്ലാവരും പറയേ, ഓ എന്തൊരു സുഖമായിരുന്നു ഇത് തൊഴുത്തിലിറങ്ങുമ്പോൾ, എന്താ ഈ തൊഴുത്തിലിറങ്ങുമ്പോൾ കിട്ടുന്ന സാധനം. അത് ഈ പ്രതിഷ്ഠാകർത്താവിന്റെ സൂക്ഷ്മശരീരവുമായിട്ടുള്ള നിങ്ങളുടെ സമന്വയം. നിങ്ങൾ സംവദിക്കുകയാണ് ആ മഹാ മനീഷിയുമായിട്ട്. വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇവിടെ ഇരിക്കുന്ന ഗുരു ബൃഹസ്പതിയും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, എന്ത് പറയണത്? ക്ഷേത്രത്തിനകത്ത് തുപ്പരുത്, മലമൂത്ര വിസർജനം വരുത്, അശുദ്ധി പാടില്ല, ഭക്ഷണം കഴിക്കരുത്. എന്താ കാര്യം? ഞാനിപ്പോൾ നിങ്ങളെ അറിയാം, വീട്ടിൽ വന്നു ചോദിച്ചു, അവിടെ ഒരു 2 വയസ്സുള്ള ഓമന കുഞ്ഞെന്തെന്നിരിക്കട്ടെ, ഞാൻ നീണ്ടു തുറന്ന് കിടക്കുന്നു, എൻ്റെ മേക്ക് കൂടി ആ കുട്ടി ഓടി കളിക്കുന്നു. നിങ്ങൾ ആദ്യം പറയുന്നു, അയ്യോ മോനെ പോലീസ് മാമനെ മേത്ത് കയറി ചവിട്ടിട്ട് സോറി പറയും. അപ്പം ഞാൻ പറയുന്നു, സാരമില്ല കളിച്ചോട്ടെ. അപ്പം എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ ആ കുട്ടിയെ കളിക്കാൻ വേണ്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടി എൻ്റെ മുഖത്ത് തുപ്പുക. നിങ്ങൾ എന്താ പറയാ? മൂത്രമൊഴിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പം ആ ഒരു ആദരവാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മഹായോഗിക്ക് കൊടുക്കുന്ന ആദരവാണ് നമ്മൾ ഇതിനകത്ത് വൃത്തിയായിട്ട് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മതിൽ കെട്ട് കഴിഞ്ഞാൽ ആ ശരീരം അവസാനിച്ചു എന്നുള്ള സങ്കല്പം പുറത്തിറങ്ങി നമുക്ക് എന്തു ആവാം?
പിന്നെ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാവും. ഇവിടെ നിന്ന് ഗുരുവായൂർ പിന്നെ കുറച്ച് ഏറെ വഴിക്ക് നിങ്ങൾ ആ പണി നോക്കണ്ട. ഏതാ വിവരറിയും. കാരണം എന്താ, ആ ചൈതന്യം അത്ര കണ്ട് കൂടുതലാണ്. അപ്പം നിങ്ങളിനി ആരെടുത്തെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ എന്താണ് ക്ഷേത്രം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്നറിയോ? സ്ഥൂല ശരീരം നന്നാക്കാൻ ജിമ്മിൽ പോണില്ലേ? ഞങ്ങൾ സൂക്ഷ്മ ശരീരം നന്നാക്കാൻ പോണ ജിമ്മാണ് ക്ഷേത്രം തന്നെ. അത് തന്നെയാണ്. അപ്പൊ നിങ്ങളെ ആ സൂക്ഷ്മ ശരീരത്തിനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്നോ അതാകുന്നു ക്ഷേത്രം. അങ്ങനെ ഈ സങ്കല്പം, അത് ഇനി എന്തിനാ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഭഗവാനെ കാണാനൊന്നും പറഞ്ഞില്ലേ? അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു ചോദിക്കും, എന്നാ ഭഗവാനെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ലേ? നിങ്ങളുടെ ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദീപ്തമായി നിൽക്കുന്ന ഭഗവത് രൂപത്തെ വീണ്ടും വീണ്ടും പ്രദീപ്തമാക്കാൻ വേണ്ടി, നമുക്ക് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി ആണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ആചാര്യനോടൊരു വാക്ക് എത്ര നേരമാണോ വായിക്കുന്നത്? മതിയോ? ആ വായിക്കണം. ഓ ആചാര്യനോടൊരു വാക്കുകൂടി. എനിക്ക് ഈ ഒരു വിഷയം പറഞ്ഞാൽ സമയമാണെന്ന് അറിയില്ല. അങ്ങനെ ചെറിയ സുഖമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ എപ്പോഴും കളിയാക്കാറുള്ളതാണ്, മൈക്ക് കിട്ടിയാൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോലീസിലും ആചാര്യന്മാരെ ഉണ്ടെന്ന് ഉണ്ട്. നല്ലതിൻ്റെ ആഴവും അർത്ഥം വളരെയധികം അളന്ന് മനസ്സിലാക്കാൻ സാധിച്ച സ്മൃതിയാണ്. ഒരു പരമ്പരകളിലേക്കാണ് കടന്നു വരുന്നത്. അനന്തമായ ഉപാസനയുണ്ട്. ആദരണീയനായ മാധവജിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് കാൽച്ചുവട്ടിലൂടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സ്മൃതിയാണ്. അതിൻ്റെയൊക്കെ അനുഗ്രഹമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടാവക്തകളുടെയും അതുപോലെ തന്നെ ഹരിശങ്കരാചാര്യ സ്വാമിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും കടന്നുപോയി ക്ഷേത്രത്തിലൂടെയും അങ്ങനെ കടന്നുപോയി നമ്മളെങ്ങനെ വ്യവസായിത്വം ഇവരും അപ്പുറത്ത് എത്തിക്കുകയാണ്. ഒരു വലിയ എനിക്ക് വന്നുള്ള പരിചിതമായ സമയമായതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കും. എനിക്ക് ഇനിയും ഇത്തരത്തിൽ അവസരങ്ങൾ തരണേ എന്നാണ് എന്നോടിപ്പോൾ എന്തോ കീർത്തനം പറയാനായിട്ട് പറഞ്ഞു. ഞാൻ ഗീത ചൊല്ലിപ്പോടെ അങ്ങനെ അനുവാദമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ മുഴുവൻ ഭഗവത്ഗീതയും ഏതൊക്കെയോ ശ്ലോകങ്ങളൊക്കെയാണ്. കുറച്ച് ആവാം. നജായത്തെ പ്രിയതേ വാ കദാചിത് ന ജായത്തെ ന ജായത്തെ പ്രിയതേ വാ കദാചിത് നായ ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ അജോ നിത്യ, ജനിക്കാത്തവനാണ്, നിത്യനാണ്, ശാശ്വതമായ ഹന്യത്തെ. ആർക്കും ഹനിക്കാൻ പറ്റില്ല. ഹരിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തെ മാത്രമേ ഹനിക്കുള്ളൂ. വാസാംസി ജീർണാനി യഥാ വിഹായ വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി
വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി അന്യാനി സംയാതി നവാനി ദേഹി. ജീർണിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പോലെയുള്ളൂ ശരീരം. അത് ഇന്ന് ഒരെണ്ണം കളഞ്ഞ് നാളെ വേറെ ഒരെണ്ണം കിട്ടും. പക്ഷെ ഒരു കാര്യം കേട്ടോ, ജീവിക്കുന്ന രീതി എങ്ങനെയാണോ ജീവിക്കുന്ന ധർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന ശരീരം എന്തിൻ്റെ ആവുമെന്ന് പറയാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതഃ. ഇത് റാണി ഝാൻസി മരിക്കുന്നതിന് മുമ്പ് ഉച്ചരിച്ച ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതഃ. വാളിന് വെട്ടാൻ പറ്റില്ല, ശസ്ത്രത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, മാരുതനെ കാറ്റിൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇനിയും ശ്ലോകത്തെല്ലാം പറഞ്ഞ് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഭഗവാനെ കുറിച്ച് ഒരു 4 വാക്ക്, ശബരിമല ഭഗവാനെ കുറിച്ച് ഒരു 4 വരികൾ പാടണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ കലിയുഗ വരദ കാൽത്തളിരിന കൈ തൊഴുന്നേ കാൽത്തളിരിന കൈ തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ കാതളിരിന കൈ തൊഴുന്നേ കാതളിരിന കൈ തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. നിരുപമഭാഗ്യം നിർമാല്യ ദർശനം നിരുപമഭാഗ്യം നിർമാല്യ ദർശനം നിർവൃതികരം നാമസങ്കീർത്തനം അസുലഭ സൗഭാഗ്യം നിർവരദാനം അവിടുങ്ങൾക്ക് അഭയം നിൻ സന്നിധാനം അടിയങ്ങൾക്ക് അഭയം നിൻ സന്നിധാനം കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ. ഇനി പാടി ഞാൻ കാര്യം